പുണ്യാളോ പുണ്യാളോ, ഞാനൊരു കാര്യം പറയാനാ വന്നത്, അതും ഈ സമയത്ത്. അവളില്ലേ, അവളെന്നോട് ഗുഡ് ബൈ പറഞ്ഞു പോയി. 5 വർഷത്തെ പരിശുദ്ധ പ്രേമാണ് പോയത് പുണ്യാളാ. മനസ്സിലായില്ലേ പുണ്യാളിന്? അവളെന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയിന്ന്. ഇവിടെ ഈ പുണ്യാളുടെ രൂപത്തിന് മുന്നിൽ വെച്ചിട്ടാ അവളെനിക്ക് വാക്ക് തന്നത്, എന്നെ വിട്ട് പോയില്ലാന്ന്. അതിന് ഞാനും അവളും പുണ്യാളും സാക്ഷിയാ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാനിത് ആരോടാ പറയണത്? വല്ലതും കേൾക്കുന്നുണ്ടോ പുണ്യാളാ? ൂവടാ, കേക്കുന്നുണ്ട്. നീ പറയടാ. പുണ്യാളോട് പോയി. പുണ്യാളൻ എവിടെടാ? എന്തേ ഇവിടെ വന്നേ? നിങ്ങൾ ആരാ? എന്നെ എവിടേക്കാ കൊണ്ടുപോന്ന്? നിങ്ങൾ ആരാ? പുണ്യാളൻ. ആരാന്ന്? പുണ്യാളനാടോ, പുണ്യാളൻ. വട്ടനാണല്ലേ? വട്ടനൊന്നും അല്ലടാ. നീ പറയടാ. പുണ്യാളനെന്താ ഈ വേഷത്തില്? ഞാൻ രൂപക്കൂട്ടിൽ കാണുന്ന പോലൊന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് ഏത് വേഷത്തിൽ വേണമെങ്കിലും നടക്കാം. വാടാ. ഇയാളെങ്ങോട്ടീ പോണേ? ഹലോ, മൊത്തത്തിലൊരു ഉടായ്പാണല്ലോ. റാങ്ക് വല്ലതാണോ? ക്യാമറ എവിടെ വെച്ചേക്കുന്നത്? അതൊന്നും അല്ലടോ. വാ, നമുക്ക് അവിടെ ഇരിക്കാം, ഇരുന്നുകൊണ്ട് സംസാരിക്കാം. വാ. ഇയാളിതാ പിന്നെയും. പറ, എന്തുട്രാ നിന്റെ പ്രശ്നം? അത് ശരി, അപ്പൊ ഞാനിതുവരെ പറഞ്ഞൊന്നും പുണ്യാളൻ കേട്ടില്ലേ? അതേ, അത് ഈ ഭാഷാ പ്രോബ്ലം, അതുകൊണ്ടൊന്നും അത് മനസ്സിലായില്ല. ശരി, പുണ്യാളൻ ശരിക്കും അങ്ങോട്ട് മലയാളം അറിയില്ല അല്ലേ? എങ്കിൽ വാ, ഞാൻ പറഞ്ഞുതരാം. ഇവനെ എവിടേക്ക് എണീറ്റ് പോണേ? പുണ്യാളാ, ഞാനൊരു കുട്ടിയായിട്ട് പ്രേമത്തിലായിരുന്നു. 5 വർഷത്തെ പരിശുദ്ധ പ്രേമം. 5 years of divine love. എന്നിട്ട് അവളിപ്പോ എന്നോട് പറയാ എന്നെ വേണ്ടാന്ന്. സോ സാഡ്. അതൊക്കെ പോട്ടെ, ആ കുട്ടിയുടെ പേരും തുട്രാ, എങ്ങനെ നിങ്ങളെ കണ്ടേ? അവളുടെ പേര് മെറിൻ. അവൾ ഈ പള്ളിയിലുള്ളതാ. ഞാൻ അങ്ങനെയൊന്നും പള്ളി പോവാറില്ല. സ്വാഭാവികം. എൻ്റെ പുണ്യാളാ, അന്നൊരു ഈസ്റ്റർ കുർബാനയായിരുന്നു. കുർബാനയുടെ ഇടയ്ക്ക് ഞാനൊരു പാട്ട് കേട്ടു. നല്ല ഭംഗിയുള്ള, നല്ല ശബ്ദത്തിൽ കേൾക്കുന്ന പാട്ട്. ആ പാട്ട് കേട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച. എൻ്റെ പുണ്യാളോ, വെളുത്ത ചുരിദാറിൽ ഒരു മാലാഖയെ പോലെ ഒരു കുട്ടി നിന്ന് പാടുക. കണ്ട പാടെ എനിക്ക് അവളെ ഇഷ്ടായി. ഫാന്റാസ്റ്റിക്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു, അവൾ എൻ്റെ പെണ്ണാന്ന്. വാട്ട് എ ക്ലീഷേ. ബാക്കി പറയടോ. എന്നിട്ടെന്താ, കഷ്ടപ്പെട്ട് ഇൻസ്റ്റേഡി എല്ലാം തപ്പി പിടിച്ച് അവൾക്ക് മെസ്സേജ് അയച്ചു. പിന്നെന്താ, അവൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, അങ്ങോട്ട് മെസ്സേജ് അയച്ചു. ഞങ്ങൾ പിന്നെയും കണ്ടു. അങ്ങനെ ഞങ്ങൾ 5 വർഷം പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കാര്യം അവളുടെ അപ്പം പൊക്കി. ടിപ്പിക്കൽ സീൻ. പിന്നെ പ്രശ്നമായി, ബഹളായി, പോലീസ് കേസായി, അടിപിടിയായി. അവസാനം അവൾ എന്നെ കാണാൻ വന്നു, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്.
ഞാൻ പലതും പറഞ്ഞു നോക്കി പുണ്യാളാ, ഉം. അവള് സമ്മതിച്ചില്ല. അവൾ അവസാനം പറഞ്ഞത് എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഓ എനിക്കത് സഹിക്കാൻ പറ്റിയില്ലേ പുണ്യാളാ. ഓ കഷ്ടം. എല്ലാവരും പറയണത് ശരിയാ, പരിശുദ്ധ പ്രേമം മരണവക്കിലെത്തിക്കും. എല്ലാ കാര്യങ്ങളും പുണ്യാളിനോട് പറഞ്ഞ് മരിക്കാനുള്ള പരിപാടിയായിരുന്നു. ഒറ്റ ഇടി തന്നാലുണ്ടല്ല, ജീവൻ കൊടുക്കാനും എടുക്കാനുള്ള അവകാശം കർത്താവിനുള്ളതാ. ഉം, ഉം, ഉം. ഈ പ്രേമം എന്ന് പറയുന്നതും അത് പൊട്ടുന്നതും അത്ര വലിയ സംഭവമൊന്നല്ല. പുണ്യാളങ്ങനെ പറയാം, പുണ്യാളം പ്രേമിച്ചിട്ടില്ല, പക്ഷെ ആത്മാർത്ഥമായി പ്രണയിച്ചവർക്ക് അത് മനസ്സിൽ നിന്ന് പോവില്ല. മെജോ, ഞാനൊരു കാര്യം പറയാം. പ്രേമം എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, അതുപോലെ പ്രേമിക്കുന്നതും ഒരു കുറ്റല്ല. ഈ ഭൂമി ഉണ്ടായപ്പോൾ തൊട്ട് തന്നെ പ്രേമുണ്ടോ? പുരുഷൻ ഒറ്റയ്ക്ക് പാടില്ലാത്തത് കൊണ്ടല്ലേ ഭൂമിയിലെ ഇണയായിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചത്. നിന്റെ സ്നേഹം കളങ്കില്ലാത്ത സ്നേഹട്ടാ. അതുകൊണ്ട് തന്നെ അവൾക്ക് നിന്നെ ചതിക്കാൻ കഴിയില്ല. അവള് നിന്നെ വിളിക്കും. പുണ്യാളോ, പുണ്യാളോ ഉറപ്പുണ്ടാ? ഉറപ്പുണ്ടാ പുണ്യാളാ? അവള് വിളിക്കുന്നു. ഉറപ്പ്. തൽക്കാലം നീ വീട്ടിൽ ചെല്ലേ, അമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. പറയുവാൻ മൊഴികളേറെ പ്രണയമോ വെറുതെ നീരെ ഇരവിലും തുടരുമേ നിഴലുമിന്നകലയോ നിറമിഴ ചുവരിലും എഴുതിടുന്നൊരാ കഥയായി മൗനമേ മായുമോ മേഘമായി തോരുമോ നെഞ്ചിലെ കിട നാളമിന്നടഞ്ഞു തീരുമോ അവളാ. ഹലോ, നീ എവിടെയാടാ? നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഡാ, നമ്മുടെ കല്യാണത്തിന് അപ്പൻ സമ്മതിച്ചു. എന്റെ പ്രാർത്ഥന പുണ്യാളൻ കേട്ടടാ. സത്യാണോ? നാളെ തന്നെ നിന്റെ വീട്ടുകാരോടൊത്ത് ഇങ്ങോട്ട് വരുമോ? അതെ പുണ്യാളാ, ഞങ്ങളുടെ കല്യാണത്തിന് അവളുടെ അപ്പം സമ്മതിച്ചു. മെജോ, ഞാൻ പറഞ്ഞില്ലടാ മെജോ, അവള് നിന്നെ വിളിച്ചിരിക്കുന്നു. സ്നേഹം ആത്മാർത്ഥാണെങ്കിലേ സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റാൻ ആർക്കും കഴിയില്ല. ഈ പ്രപഞ്ചം മൊത്തം അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കല്യാണത്തിന് അപ്പൻ സമ്മതിച്ചു. എന്റെ പ്രാർത്ഥന പുണ്യാളൻ കേട്ടടാ. നാളെ തന്നെ നിന്റെ വീട്ടുകാരോടൊത്ത് ഇങ്ങോട്ട് വരുമോ? സ്നേഹം ആത്മാർത്ഥാണെങ്കിലേ സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റാൻ ആർക്കും കഴിയില്ല. ഈ പ്രപഞ്ചം മൊത്തം അവരുടെ കൂടെ തന്നെ ഉണ്ടാവും.